ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. മനു സ്വരാജിൻ്റെ സംവിധാനത്തിൽ സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനും സന്ദീപ് പ്രദീപും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന പടക്കളം എന്ന സിനിമ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ വളരെ പെട്ടെന്നാണ് ഒ ടി ടിയിൽ വന്നത്. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ടൈം കഴിഞ്ഞിട്ട് സിനിമ ഒ ടി ടിയിൽ വരുമെന്നാണ് വിചാരിച്ചത്. കാരണം തിയേറ്ററിക്കൽ റിലീസ് ആയിട്ട് ഒരുപാട് കാലം ആയിട്ടില്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിക്കൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ഈ പടക്കളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒ ടി ടി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കാണണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ സിനിമ കണ്ടു. പക്ഷേ വീഡിയോ ചെയ്യാൻ ഒരു 3-4 ദിവസം ലേറ്റായി. ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന മനു സ്വരാജ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് മനു സ്വരാജും നിതിൻ സി ബാബുവും ചേർന്നിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിജയ് ബാബുവാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ വിജയ് ബാബുവാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി അനു മുത്തേടത്ത്, എഡിറ്റിംഗ് ബൈ നിധിൻ രാജ് ആറോൾ, മ്യൂസിക് ബൈ രാജേഷ് മുരുകേഷനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനും സന്ദീപ് പ്രദീപും കൂടാതെ നമ്മുടെ നിരഞ്ജന അനൂപ്, പിന്നെ വേറെ സാഫ് ബോയ്, അരുൺ അജികുമാർ, അരുൺ പ്രദീപ്, പൂജ മോഹൻരാജ്, ഇഷാൻ ഷൗക്കത്ത്, അങ്ങനെ ഒരുപാട് പേര്, വിജയ് ബാബുവും അതുപോലെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അത്യാവശ്യം വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി കോമഡി ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പടക്കളം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ കണ്ടിട്ട് നല്ല മനസ്സ് തുറന്ന് ചിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സന്തോഷിച്ച് ഒരു സിനിമ കാണുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. നേരത്തെ മരണമാസം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴും അത്യാവശ്യം വളരെ എൻജോയ് ചെയ്ത് കണ്ടതാണ്. അതിനുശേഷം വളരെ മനോഹരമായിട്ട് ഒരു 2 മണിക്കൂർ, ഒരുപാട് ടൈമൊന്നുമില്ല, പെട്ടെന്ന് സിനിമ തുടങ്ങി പെട്ടെന്ന് വളരെ സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് തീരുന്ന ഒരു ടൈപ്പ്, ഒരു 2 മണിക്കൂർ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ ചെറിയൊരു ഫിലിമാണ്, വളരെ ചെറിയൊരു സിനിമ, വളരെ ചെറിയ ബഡ്ജറ്റിൽ വന്ന വളരെ ചെറിയൊരു സിനിമയാണ്. എന്നാൽ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. ഒരുപാടങ്ങ് വലിച്ചു നീട്ടാതെ തന്നെ സിനിമ തുടങ്ങുമ്പം തന്നെ നേരെ കഥയിലോട്ടാണ് കിടക്കുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പൊസഷൻ ഒരാളുടെ കയ്യിൽ, ഷറഫുദ്ദീൻ ചെയ്ത ക്യാരക്ടറിൻ്റെ കയ്യിൽ ഒരു പൊസഷൻ ഉണ്ടാവുകയും അതിനുശേഷം അദ്ദേഹം അതുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഒക്കെയാണ് സിനിമ കാണിക്കുന്നത്. തുടക്കത്തിൽ കുറച്ചൊന്ന് സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാടങ്ങ് സ്പീഡിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, കുറച്ചൊന്ന് സ്ലോ ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നല്ല സ്പീഡിൽ കയറിപ്പോകുന്നത്. അത് പ്രത്യേകിച്ചും ഷറഫുദ്ദീൻ്റെ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പടം പടേന്ന് കയറിപ്പോകുന്നൊരു ഫീല് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഷറഫുദ്ദീൻ തന്നെയാണ് ഈ ഒരു സിനിമയെ ക്യാരി ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിലെ ഏറ്റവും പ്രധാന ക്യാരക്ടർ ചെയ്ത സന്ദീപ് പ്രദീപിൻ്റെ ഒരു അഭിനയമാണ്. വളരെ മനോഹരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി പല ടൈപ്പ് ക്യാരക്ടറുണ്ട്. നിങ്ങൾക്ക് ഈ സിനിമയുടെ ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് സസ്പെൻസായി നിങ്ങളുടെ ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. പക്ഷേ അതുകൊണ്ട് കഥയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ മനോഹരമായിട്ട് കിടിലമായിട്ട് സന്ദീപ് പ്രദീപ് അഭിനയിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ അദ്ദേഹം ഫാലിമി, അതുപോലെ വേറെ 1-2 സിനിമകളിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പേര് കിട്ടുന്നില്ല. ഫാലിമിയിലുണ്ട്, നമ്മുടെ ആലപ്പുഴ ജിംഖാനയിലുണ്ട്, വേറെ ഏതൊക്കെ സിനിമ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ കുറച്ച് സിനിമകളിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം വളരെ നന്നായിട്ട് പുള്ളി ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ട്രാൻസിഷനൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിലുള്ള ക്യാരക്ടർ മാറി മറ്റൊരു ട്രാൻസിഷനിലേക്ക് പോകുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ് പുള്ളി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം സുരാജ് വെഞ്ഞാറമൂട് കുറച്ചൊരു കോമിക്കൽ ക്യാരക്ടർ, കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് കോമിക്കൽ ക്യാരക്ടറായിട്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര കോമിക്കൽ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞു. അദ്ദേഹം സ്ഥിരം സിനിമകളിൽ കുറേ സീരിയസ് വേഷങ്ങളും ഒക്കെ ആയിട്ട് പല സിനിമകളിലും അത്തരത്തിലുള്ള ക്യാരക്ടറിൽ വളരെ നമ്മളെ ഞെട്ടിപ്പിക്കാറുണ്ട് അദ്ദേഹം. പക്ഷേ ഇതിൽ വളരെ മനോഹരമായിട്ട് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള സുരാജിൻ്റെയൊക്കെ ഒരു അംശം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമ ഒ ടി ടിയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്ന ഇതിലെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്ത ഇഷാനാണെന്ന് തോന്നുന്നു, ഇഷാൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ പുള്ളി അത്യാവശ്യം നീറ്റായിട്ട് തന്നെ പുള്ളി ചെയ്തിരിക്കുന്നത്. അത്ര മോശം എന്ന് പറയാനൊന്നും പുള്ളി ചെയ്തിട്ടില്ല. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ അതിൽ ട്രോളുന്നത് ആ ഒരു സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലൈമാക്സിലോട് അടുപ്പിച്ച് വരുന്നൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്.
അത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ട്രോളുന്നത്. പക്ഷേ ഞാൻ കണ്ടത് അദ്ദേഹം ഡാൻസ് പഠിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് ഒരു ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് 2 ദിവസം കൊണ്ട് പഠിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒരിക്കലും അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. എന്നാൽ ഓവറോൾ പടം നല്ല എൻജോയബിൾ മൂവിയായിരുന്നു. ഇതിൽ ഒരു കോമഡി സീനുണ്ട്, നമ്മൾ റീൽസിലും കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. ഷറഫുദ്ദീനും പൂജ മോഹൻരാജും ആയിട്ടുള്ളൊരു കോമഡി സീനൊക്കെ ഉണ്ട്. ഈ ഒരു സീൻ കണ്ടപ്പോഴാണ് ആക്ച്വലി എനിക്ക് പടം കാണണം എന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ പടം കണ്ടത്. വളരെ അടിപൊളിയായിട്ട് കുറേ മൊമെൻറ്റ്സ് ഉണ്ട്, ചിരിക്കാനായിട്ട് ഒരുപാട് മൊമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലിയോടൊത്തിരുന്ന് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് 2 മണിക്കൂർ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ OTTയിൽ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. മാക്സിമം കൂടുതൽ ആൾക്കാർ കമൻറ്റും കാര്യങ്ങളും ഒക്കെ തന്നാൽ മാത്രമേ ഈ ഒരു ചാനലിൽ നമുക്ക് കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.